ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നാളെയാണ് ഇതാണ് സത്യം പറഞ്ഞ LBS വിദ്യാർത്ഥികളുടെ ലോട്ടറി അടിക്കുമെന്ന വിചാരത്തിൽ കാത്തിരിക്കുകയാണ്, ലേറ്റ് ആക്കുകയാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ടെൻഷനും നെഞ്ചെടുപ്പും അസ്ഥിരതയും സത്യം പറഞ്ഞാൽ ഇൻക്രീസ് ആവുകയാണ്. അപ്പോൾ LBS റാങ്ക് ലിസ്റ്റ് എന്ന് വരും എന്നതിലുപരി കൂടെയുള്ള മറ്റ് വിദ്യാർത്ഥികളെല്ലാം ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് അവരുടെ അക്കാഡമിക് ഇയർ തുടങ്ങിയിട്ടും ഇവിടെ ഇപ്പോഴും അലോട്ട്മെന്റ് അല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴും റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. എങ്കിൽ മാത്രമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന നിങ്ങളുടെ ബേസിക് പ്രൊസീജിയേഴ്സ് പോലും LBS നോക്കിയിരിക്കുന്ന കേരളത്തിലെ നഴ്സിംഗും അതുപോലെ തന്നെ ഈ പറയുന്ന പാരാമെഡിക്കൽ കോഴ്സുകളും ഒക്കെ നോക്കിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പറ്റിയുള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് ഏകദേശം 3000-4000 പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റ് കേരളത്തിൽ. അതുപോലെ 10500 ആ ഒരു റേഞ്ചിലാണ് നഴ്സിംഗ് സീറ്റുകൾ വരുന്നത് കേരളത്തിൽ. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഒരു വലിയ കാത്തിരിപ്പ് എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു കാര്യം തന്നെയാണ്, 100% ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഹാപ്പി ന്യൂസ് അല്ലെങ്കിൽ ഒരു ഹാപ്പി അപ്ഡേറ്റ് നമുക്ക് അൺഒഫീഷ്യലായിട്ട് ലഭിക്കുന്നത് ഇനി അധികം വൈകലില്ല എന്ന് തന്നെയാണ്. കാരണം ആദ്യം 14 മുതൽ 18 വരെയാണ് നമ്മൾ ഉദ്ദേശിച്ച ഓപ്ഷൻ രജിസ്ട്രേഷൻ ഡേറ്റ്. സെപ്റ്റംബർ 1 നമ്മൾ വിചാരിച്ച അലോട്ട്മെന്റ് ഡേറ്റ്. പക്ഷേ അത് നീണ്ടുപോയി, ഇപ്പോഴും പ്രൊവിഷണൽ പോലും വന്നിട്ടില്ല. പക്ഷെ സെപ്റ്റംബർ 10 തന്നെ ഈ അലോട്ട്മെന്റ് നടപടികൾ തുടങ്ങണം. ഞാൻ ഈ അലോട്ട്മെന്റ് നടപടികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് അലോട്ട്മെന്റ് നടപടികൾ തുടങ്ങാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. കാരണം ഓരോ ഏജൻസിയുടെയും അതിൻ്റെതായിട്ട് LBS സെൻട്രലൈസ്ഡ് അതോറിറ്റി ഉണ്ടാവും. ഇപ്പോൾ AICTE ആണ് എഞ്ചിനീയറിംഗിന്റെ തീരുമാനിക്കുന്നത്. അതുപോലെ LBSന്റെ എടുത്തു കഴിഞ്ഞാൽ ആ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട തീരുമാനം വിദ്യാർത്ഥികളുടെ ഈ ആവശ്യങ്ങളെല്ലാം നിരന്തരം കോളുകൾ പോകുന്നുണ്ട്, അവിടെ പരാതികൾ പോകുന്നുണ്ട്, രക്ഷകർത്താക്കൾ ഉൾപ്പെടെ വിളിക്കുന്നതിന് LBSൽ നിങ്ങൾക്ക് തന്നെ വിളിക്കാം. അപ്പോൾ ഈ ഒരു സമ്മർദ്ദം എന്തായാലും ആ ഒരു അതോറിറ്റിയുടെ മുകളിലുണ്ട്. പിന്നെ ഒരുപാട് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അവർ വെച്ച് കളിക്കുന്നത് എന്ന തിരിച്ചറിവും എന്തായാലും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 10 മുകളിൽ പോകില്ല എന്തായാലും, ഈ ഒരു കാലതാമസം എന്ന് തന്നെയാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ടെൻഷൻ അടിക്കാതെ ഒന്ന് കാത്തിരിക്കാൻ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, അധിക കാലം നീളില്ല. അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷന് മുമ്പ് തന്നെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. അതുപോലെ ഇൻ കേസ് നമ്മുടെ കേരളത്തിലെ സീറ്റ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് എങ്കിൽ സീറ്റുകൾ ബുക്ക് ചെയ്യണമെന്നല്ല, വെറുതെ റാൻഡമായിട്ട് ബുക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല. നഴ്സിംഗിന് നിങ്ങൾക്ക് ഒരുപാട് കോളുകൾ ഡെയിലി ഈ പറയുന്ന പല എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയും വിളിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടിക്കലായിട്ട് നോക്കുക. അതായത് നിങ്ങൾക്ക് ഇൻ കേസ് കഴിഞ്ഞ വർഷമൊക്കെ ഇതേ ഇൻഡെക്സ് മാർക്കുള്ളവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളിപ്പോൾ നഴ്സിംഗിൻ്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഓരോരുത്തർക്കും ബെസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് അഫോർഡബിലിറ്റി നോക്കുമ്പോഴും നിങ്ങൾക്ക് എല്ലാ അപ്രൂവലും INC ഉൾപ്പെടെ നഴ്സിംഗ് കോളേജിൽ അപ്രൂവൽ, ഓൺ ഹോസ്പിറ്റൽ അതൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. നമുക്ക് അവിടെ ഹൗസ് സർജൻസി ചെയ്യാനുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എന്താ അവിടെ പോയി, ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്താണെങ്കിൽ ബാംഗ്ലൂരൊക്കെ ഒരുപാട് കോളേജുകളുണ്ട്. എല്ലാ കോളേജും നല്ലതൊന്നും അല്ല. അവിടെ പോയി കൃത്യമായിട്ട് അവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റി, അവിടുത്തെ ബാക്കി എല്ലാ ഫെസിലിറ്റിയും, കോളേജിൻ്റെ കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചറും ഫെസിലിറ്റിയും അവിടെ പഠിക്കുന്നവരോട് സംസാരിച്ചിട്ട്, വേറെ ആരുടെയും വാക്കല്ല, അവിടെ പഠിക്കുന്നവരോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് സീറ്റുകൾ അങ്ങനെയാണെങ്കിൽ ഒരു സേഫർ പർപ്പസ് ബുക്ക് ചെയ്തിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്താലും മതി. സോ മക്കളെ, ഞാൻ പറഞ്ഞു വന്നത് LBS റാങ്ക് ലിസ്റ്റ് ഇനി വൈകില്ല എന്ന് തന്നെയാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു.